മൈ ഡിയറസ്റ്റ് ഏഞ്ചൽസ്, ടോം ഹാങ്ക്സ് എന്ന യുവനടന് തുടർച്ചയായ 2ാം വർഷവും ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ അവാർഡ് നേടിക്കൊടുത്ത ഹോളിവുഡ് ചലച്ചിത്രമാണ് ഫോറസ്റ്റ് ഗംപ്. റോബർട്ട് ഡെമൈക്കിസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ഉൾപ്പെടെ 1994 വേറെ 5 ഓസ്കാർ അവാർഡുകളും നേടുകയുണ്ടായി. റിലീസായ നിമിഷം മുതൽ പണം വാരാൻ തുടങ്ങിയ ചിത്രമാണ് ഫോറസ്റ്റ് ഗംപ്. എറിക് റോത്ത് തിരക്കഥ തയ്യാറാക്കിയ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ബുദ്ധിക്കൽപ്പം മാന്ദ്യം സംഭവിച്ച ഫോറസ്റ്റ് ഗംപ് എന്ന ചെറുപ്പക്കാരനാണ്. ഫോറസ്റ്റ് മന്ദബുദ്ധിയായിരുന്നെങ്കിലും അമ്മയുടെ നിരന്തര പരിശ്രമവും പരിചരണവും കാരണം അവന് ഹൈസ്കൂളിലും കോളേജിലും പോകാൻ സാധിച്ചു. എന്ന് മാത്രമല്ല, കോളേജിലായിരുന്ന അവസരത്തിൽ ഫോറസ്റ്റ് ഒരു ഫുട്ബോൾ താരമായി ശോഭിക്കുകയും ചെയ്തു. കോളേജിൽ നിന്ന് പുറത്തു വന്ന ഫോറസ്റ്റ് സൈന്യത്തിൽ ചേർന്ന് വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത് വീരോചിതമായ സേവനമനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായി ധീരതയ്ക്കുള്ള പ്രസിഡന്റിൻ്റെ മെഡലും അയാൾക്ക് ലഭിച്ചു. സൈനിക സേവനത്തിന് ശേഷം പുറത്തു വന്ന ഫോറസ്റ്റിന് തൻ്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിവില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോറസ്റ്റിൻ്റെ അമ്മ മരിക്കാനിടയായത്. അമ്മയുടെ മരണത്തിന് മുമ്പ് അമ്മയെ കാണാനെത്തിയ ഫോറസ്റ്റിനോട് അമ്മ പറഞ്ഞു, വരൂ, എൻ്റെ അരികിലിരിക്കും, ഞാൻ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ മന്ദബുദ്ധിയായ ഫോറസ്റ്റ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മ മരിക്കുന്നത്? ആ അമ്മ പറഞ്ഞു, എൻ്റെ സമയമായി മോനെ, അതുകൊണ്ട് മാത്രം. എൻ്റെ പൊന്നുമോൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. തെല്ലിട നിശബ്ദതയ്ക്ക് ശേഷം ആ അമ്മ വികാരഭരിതയായി പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു മോനെ, നിന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഞാൻ എന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും എനിക്ക് സാധിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു. ഉടനെ ഫോറസ്റ്റ് ചാടി പറഞ്ഞു, അമ്മ നന്നായി ചെയ്തു. അപ്പോൾ ആ അമ്മ വീണ്ടും പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിധി തീരുമാനിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഏറ്റവും നന്നായി നാം ചെയ്യണം. ഇത് കേട്ട ഫോറസ്റ്റ് ചോദിച്ചു, എന്താണ് എൻ്റെ വിധി? എൻ്റെ വിധി എന്താണ്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, അത് നീ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഫോറസ്റ്റിൻ്റെ അമ്മ തൻ്റെ വിധി എന്താണെന്ന് വളരെ നേരത്തെ കണ്ടെത്തി. തനിക്ക് ലഭിച്ച ബുദ്ധിശക്തി കുറവുള്ള കുട്ടിയെ ഏറ്റവും നന്നായി വളർത്തുകയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും വിധിയും എന്ന് അവർ മനസ്സിലാക്കി. അത് കാരണം വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ഏറെ ഉണ്ടായിരുന്നിട്ടും മനസ്സുമടുക്കാതെ അവർ ഫോറസ്റ്റിനെ വളർത്തി. ദൈവം എന്ത് അവർക്ക് കൊടുത്തുവോ അത് നന്ദിയോടെ സ്വീകരിച്ചു. തനിക്കാവുന്നത് പോലെ തൻ്റെ പുത്രനെ നല്ല രീതിയിൽ വളർത്തി. അത് കാരണം മരിക്കാൻ പോകുന്ന നിമിഷത്തിലും ആ അമ്മയ്ക്ക് സംതൃപ്തിയായിരുന്നു. അവരുടെ നാവിൽ നിന്ന് പരാതി വാക്കുകൾ ഒരിക്കലും ഉതിർന്നു വീണില്ല. മൈ ഡിയറസ്റ്റ് ഏഞ്ചൽസ്, നമ്മുടെ ജീവിതം എങ്ങനെ ഉള്ളതായിരിക്കണമെന്നും എങ്ങനെ ആയിത്തീരണമെന്നും തീരുമാനിക്കുന്നത് ആരാണ്? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെ വിധി ആരാണ് നിയന്ത്രിക്കുന്നത്? ഫോറസ്റ്റിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിധി തീരുമാനിക്കുന്നതിൽ വലിയൊരു പങ്ക് തനിക്കാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ദൈവം തനിക്ക് എന്ത് നൽകിയോ അതുപയോഗിച്ച് ഏറ്റവും നന്നായി തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുകയാണ് തൻ്റെ കടമ എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പരാതിയും പെറുപെറുപ്പും കൂടാതെ യഥാർത്ഥ സ്നേഹത്തോടുകൂടി തൻ്റെ പുത്രനെ അവർ വളർത്തിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിധി, ഡെസ്റ്റിനി, നല്ലൊരു പരിധിവരെ നാമാണ് നിയന്ത്രിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കഴിവുകളും അനുഗ്രഹങ്ങളും ഒക്കെ കൂടിയും കുറഞ്ഞു ഇരിക്കും. എന്നാൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് മറ്റാർക്കാണ് നമ്മേക്കാൾ കൂടുതലായി ദൈവം നൽകിയിരിക്കുന്നത് എന്നതിലല്ല, പ്രത്യുത ദൈവം നമുക്ക് എന്തെല്ലാം കഴിവുകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ടോ അവയെല്ലാം നാം നന്നായി ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിലാണ്. നമ്മൾ ചിലരെങ്കിലും നമ്മുടെ വിധിയെ പഴിക്കാറില്ലേ? ഫോറസ്റ്റിൻ്റെ അമ്മ പറഞ്ഞ പോലെ നമ്മുടെ വിധി നിയന്ത്രിക്കുന്നതിൽ നമുക്കും ഏറെ പങ്കുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കാത്തത് എന്താണ്?
നമ്മുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിധി നിയന്ത്രിക്കുന്നതിന് നമുക്ക് ശ്രമിക്കാം. ദൈവം നമുക്ക് തന്നിട്ടുള്ളവ കൊണ്ട് നമ്മുടെ വിധിയെ നമുക്ക് ഏറ്റവും നന്നായി രൂപപ്പെടുത്താം. ഫോറസ്റ്റ് ഗംപിൻ്റെ അമ്മ മരിക്കാൻ നേരത്ത് ഫോറസ്റ്റിനോട് പറഞ്ഞ വാക്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഏറ്റവും നന്നായി നാം ചെയ്യണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഏറ്റവും നന്നായി നാം ചെയ്യണം. എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. ആൻഡ്രൂ മൈക്കിൾ, യുവർ സോൾമേറ്റ്.